അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തഖ്വീമുൽ ലിസാൻ സബഖ് 15. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില ഫിഅലുകൾക്ക് രണ്ട് മഫ്ഊൽ ഉണ്ടാവും. എത്ര? രണ്ട് മഫ്ഊൽ അല്ലേ? എന്നാൽ ഈ രണ്ട് മഫ്ഊലുള്ള ഫിഅലുകൾ രണ്ട് ഐറ്റംസാണ്. ഒന്ന് അഅ്ത്വാബാബ്. അഅ്ത്വാബിന് എത്ര മഫ്ഊൽ ഉണ്ടാവും? രണ്ട് മഫ്ഊൽ. രണ്ടോ ളന്ന അഖ്വാത്ത് അഥവാ ഷക്കീഖിൻ്റെ ഫീലുകൾ എന്ന് പറയും. ഇതിന് രണ്ട് മഫ്ഊൽ ഉണ്ടാവും. എന്നാൽ ഇതിന് രണ്ടും തമ്മിലുള്ള ഫർക്ക് എന്താ, വ്യത്യാസം എന്താ? അത് അഅ്ത്വാബാബിൻ്റെ ഒരു മഫ്ഊലിനെ കളയാം, എന്നാൽ ളന്ന അഖ്വാത്തിൻ്റെ ഷക്കീഖിൻ്റെ ഒരു മഫ്ഊലിനെ കളയാൻ പറ്റില്ല. അതാണ് വ്യത്യാസം. ഇത് നോക്കുക. ഫസ്ലുൻ, ഇതൊരു ഫസ്ലാണ്. വകുല്ലുമാ, എല്ലാ ഓരോ ഫിഅലും കാനലഹു അതിനിക്കുണ്ടായിരിക്കുന്ന മഫ്ഊലാനി, രണ്ട് മഫ്ഊൽ ഉണ്ടായിരിക്കുന്നു. അങ്ങനത്തെ എല്ലാ ഫിഅലും ജാസ ഫീഹി, ആ ഫിഅലിൽ അനുവദനീയമാകും, ജായിസാകും, അൽ ഇഖ്തിസാറു ചുരുക്കൽ, അലാ മഫ്ഊലിൻ വാഹിദിൻ, ഒറ്റ മഫ്ഊലിൻ്റെ മേൽ ചുരുക്കൽ അനുവദനീയമാകും, ഒരു മഫ്ഊലിനെ കളയാ. തഖൂലു, നീ പറയും അഅ്തൈതു സയ്യിദൻ, അഅ്തൈതു ഞാൻ നൽകിയ സയ്യിദൻ, സയ്യിദിനിക്ക് നൽകി. എന്തിനെന്ന് പറഞ്ഞില്ല. വലാ തഖൂലു, നീ പറഞ്ഞില്ല ദിർഹമൻ, ദിർഹം എന്ന് പറഞ്ഞില്ല അല്ലേ? തഖൂലു ഔ തഖൂലു, അല്ലെങ്കിൽ നീ പറയും അഅ്തൈതു ദിർഹമൻ, അഅ്തൈതു ഞാൻ നൽകി ദിർഹമൻ, ദിർഹമെ നൽകി. ആർക്കെന്ന് പറഞ്ഞില്ല, ഒരു മഫ്ഊലിനെ കളഞ്ഞു. വലാ തഖൂലു, നീ പറഞ്ഞില്ല സയ്യിദൻ, സയ്യിദിനിക്കെന്ന് പറഞ്ഞില്ല. കണ്ടോ? ഇല്ലാ ഫി അഫ്ആലി ശക്കി വലക്കിൻ, ഷക്കീഖിൻ്റെ ഫീൽ ഒഴികെ, ഷക്കീഖിൻ്റെ ഫീലിൽ ഒഴികെ ളന്ന അഖ്വാത്ത്, അതിന് മഫ്ഊലിനെ കളയാൻ പറ്റില്ല. വഹുന്ന, ഈ ഷക്കീഖിൻ്റെ ഫീലുകൾ ളനൻതു വഹസിബ്തു വഖിൽതു വസഅംതു വവജദ്തു വഅലിംതു വറഅയ്തു, ഇതാണ് ഷക്കീഖിൻ്റെ ഫീലുകൾ. അതിനപ്പോൾ ഇദാ കുന്ന, ഈ പറയപ്പെട്ട ഫീലുകളാകുമ്പോൾ ബി മഅന അലിംതു, അലിംതുൻ്റെ മഅനക്കാകുമ്പോൾ, കൽബിൽ നിൽക്കുന്ന ഫീലാകുമ്പോൾ. റഅയ്തു എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണ് കൊണ്ട് കണ്ടു എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പറഞ്ഞാൽ അത് കൽബിൽ നിൽക്കുന്നതല്ലല്ലോ. ഞാൻ ഇനിയിപ്പോൾ റഅയ്തു ഞാൻ അഭിപ്രായപ്പെട്ടു എന്ന് പറയുമ്പോഴോ അത് കൽബിൽ നിൽക്കുന്നതല്ലേ? അപ്പോൾ കൽബിൻ്റെ ഫീലാകുമ്പോൾ, അപ്പോൾ ഇന്നക്ക തീർച്ചയായും നീ തഹ്താജു ഫീഹ, ഈ ഷക്കീഖിൻ്റെ ഫീലേക്ക് നിനക്ക് ആവശ്യമാകും. ഇലാ ദിക്രി മഫ്ഊലൈനി, രണ്ട് മഫ്ഊൽ പറയുന്നതിലേക്ക്, കിലൈഹിമ രണ്ട് മഫ്ഊൽ തന്നെ അല്ലോ, രണ്ട് മഫ്ഊൽ പറയുന്നതിലേക്ക് ആവശ്യമാകും. അപ്പോൾ രണ്ട് മഫ്ഊൽ വേണം. തഖൂലു, നീ പറയും ഹസിബ്തു സയ്യിദൻ ഫാളിലൻ, കണ്ടോ? സയ്യിദൻ ഒന്നാം മഫ്ഊൽ, ഫാളിലൻ രണ്ടാം മഫ്ഊൽ. വറഅയ്തു അംറൻ ആഖിലൻ, കണ്ടില്ലേ? റഅൻ്റെ ഒന്നാം മഫ്ഊൽ അംറൻ, രണ്ടാം മഫ്ഊൽ ആഖിലൻ, കണ്ടില്ലേ? ഖാല അല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതഹ്സബുഹും, നബിയെ താങ്കൾ വിചാരിക്കും, ഹും അഹ്ലുൽ കഹ്ഫിനെ പറ്റി താങ്കൾ വിചാരിക്കും, ഐഖാലൻ അവർ ഉണർന്നവരാണെന്ന് താങ്കൾ വിചാരിക്കും. അപ്പോൾ ഹും എന്ന് പറഞ്ഞ ഒന്നാം മഫ്ഊൽ, ഐഖാല രണ്ടാം മഫ്ഊൽ, കണ്ടില്ലേ? വഖാല അല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നഹും തീർച്ചയായും അവർ, യറൗനഹു ബഈദാ, റൗനഹു അല്ലേ, ആ മക്ക മുശ്രിക്കുകൾ വിചാരിക്കും, ഹു ആ അന്ത്യനാളിനെ കുറിച്ച് ബഈദൻ അസംഭവമാണ്, വിദൂരമാണെന്ന് അവർ വിചാരിക്കും. ഔനറാഹു നാം ഉറപ്പിക്കുന്നു, ഹു അന്ത്യനാളിനെ പറ്റി ഖരീബൻ കരീബാണെന്ന് ഉറപ്പിക്കുന്നു. ഇവിടെ എന്താണ്? യറൗനഹു എന്ന് പറയുന്ന ഒന്നാം മഫ്ഊൽ, ബഈദ രണ്ടാം മഫ്ഊൽ. നറ, കണ്ടോ? നറാഹു, ഹു ഒന്നാം മഫ്ഊൽ, ഖരീബൻ രണ്ടാം മഫ്ഊൽ. അപ്പോൾ ഒരു ചോദ്യം, അപ്പോൾ ഖൗലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിയുടെ കൗല്, എന്താ കൗല്? ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, സതറൗന ശേഷം നിങ്ങൾ കാണും, റബ്ബക്കും നിങ്ങളുടെ രക്ഷിതാവിനെ സ്വർഗത്തിൽ വെച്ച് കാണും, ഖമാ തറൗനൽ ഖമറ അമ്പടിയെ നിങ്ങൾ കാണുന്നത് പോലെ, ലൈലത്തുൽ ബദ്രി പൗർണമിയുടെ രാത്രിയിൽ അമ്പടിയെ നിങ്ങൾ കാണുന്നത് പോലെ പിന്നീട് നിങ്ങൾ രക്ഷിതാവിനെ നിങ്ങൾ കാണും. ഇവിടെ ഇപ്പോൾ ആകെ ഒരു മഫ്ഊലേ ഉള്ളൂ. റബ്ബക്കെന്ന് പറഞ്ഞാൽ ആകെ ഒരു മഫ്ഊലേ ഉള്ളൂല്ലോ. അപ്പോൾ ഇത് രണ്ട് മഫ്ഊലില്ലല്ലോ അല്ലേ? തറൗനൽ ഖമറ ലൈലത്തുൽ ബദ്രി കണ്ടില്ലേ, ഒരു മഫ്ഊലുണ്ട്. എന്തേ കാരണം? ആ മുത്തനബിയുടെ കൗല് ഹിയ, അത് മിൻ റുഅയത്തിൽ ഐനി, അത് കണ്ണുകൊണ്ട് കണ്ടു എന്ന റഅയിൽ നിന്നുള്ളതാണ്. സതറൗന ശേഷം നിങ്ങൾ കണ്ണുകൊണ്ട് കാണും എന്നാണ്. അതുകൊണ്ട് എന്തേ ഒരു മഫ്ഊലുള്ളൂ? കാരണം ലി അന്നഹു, കാരണം തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യദ്കുറിൽ മഫ്ഊല സാനിയ രണ്ടാം മഫ്ഊലിനെ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ് നിൽക്കട്ടെ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.